18 വയസ്സ് കഴിഞ്ഞവരാണോ എല്ലാവരും? ആണ്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ ഫീസ് ആരാ തരുന്നേ? നിങ്ങളുടെ വണ്ടിക്കൂലി ഇപ്പം ആരാ തരുന്നേ? നിങ്ങൾക്ക് താമസിക്കാൻ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അവിടുത്തെ താമസ സൗകര്യത്തിനുള്ള പൈസ ആരാ തരുന്നേ? ഇനി ഇവിടുന്ന് ഒരു ടൂർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള പൈസ ആരായിരിക്കും തരിക? എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലോ ഒരു 18-19 വയസ്സ് കഴിഞ്ഞ് ഒരു കോളേജിൽ കൊണ്ടുവരാളെ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ വിദ്യാർത്ഥികൾ പിന്നെ മാതാപിതാക്കളെ അധികം ആശ്രയിക്കാറില്ല. അവരാകപ്പാടെ ചെയ്യുന്നത് പഠിക്കാനുള്ള ഒരു ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും പേരൻസ് മിക്കവാറും. ബാക്കി വലിയൊരു ശതമാനവും അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ട വരുമാനം അവർ പഠനത്തോടൊപ്പം നടത്തി നേടും. ഞാൻ ഒരിക്കലും സൈബീരിയയിലൂടെ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫിൻലൻഡിൽ നിന്നുള്ള 3 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. 4 പേര്, ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും കൂടെ കിഴക്കൻ ഏഷ്യയിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കാണാൻ വേണ്ടി ഫിൻലൻഡിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുക. അവർ ചരിത്ര വിദ്യാർത്ഥികളാണ്. അവരുടെ ഡിഗ്രി കോഴ്സിന്റെ അവസാന വർഷങ്ങളിലാണ് അവർ യാത്ര ചെയ്ത് 4 മാസം കൊണ്ട് എന്തായിരുന്നു റഷ്യ, എന്തായിരുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ റഷ്യ, എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മംഗോളിയ, എന്താണ് ഇക്കാലത്തെ ചൈന, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. 4 മാസത്തെ യാത്ര. കൊറിയയും കൂടെ സഞ്ചരിച്ചിട്ട് തിരിച്ചു പോകും. 10-12 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോഴാണ് ഇവരെ അടുത്തറിഞ്ഞത്. ഫിൻലൻഡില് ഹെൽസിംകിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇവർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു, ട്രെയിനകത്തിരുന്ന് ചർച്ചകൾ നടത്തുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങുന്നു. ഭക്ഷണം കഴിക്കുന്നത് വളരെ ലളിതമായിട്ട് ഇവർ കുറെ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ റഷ്യൻ റെയിൽവേ ആണല്ലോ, അതിൽ എപ്പോഴും തണുത്ത് ഉറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു സമോവർ ഉണ്ടാവും, ചൂട് തിളച്ച വെള്ളം എപ്പോഴും കിട്ടുന്നത്. ഒരു പാത്രത്തിനകത്തേക്ക് ഈ നൂഡിൽസ് ഇടും, സമോവറിൽ പോയി തിളച്ച വെള്ളം എടുക്കും. അവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ചായയുടെ ഒരു സാഷേ കിട്ടും, ഒരു ഇത് കിട്ടും, ടീ ബാഗ് കിട്ടും. അതുകൊണ്ടൊരു ചായ ഉണ്ടാക്കും. 3 നേരം ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളോട് വരൂ, ഡിന്നർ കഴിക്കാൻ നമുക്ക് ഈ ട്രെയിനിൽ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. പറഞ്ഞു അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ യാത്രയ്ക്കുള്ള പൈസ എവിടുന്നാണ്? പൈസ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ പറയും വിദേശികള്, സായിപ്പുമാര്, പാശ്ചാത്യരും ഒക്കെ ലോകത്തിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നു, അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. ഈ പൈസ എവിടുന്ന ഉണ്ടാകുന്നറിയോ? പഠനത്തോടൊപ്പം 4 മണി കഴിഞ്ഞ് ഉച്ചവരെ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് 3 മണിക്കോ 4 മണിക്കോ അവർ ടൗണിലേക്ക് ഇറങ്ങും. അവിടുത്തെ റെസ്റ്റോറന്റിലെ വെയിറ്ററിലെ വെയിറ്ററസ് ആയിട്ട് ജോലി ചെയ്യും. ചിലപ്പോൾ അവിടുത്തെ ബാറിലെ ബാർഗേളായിട്ട് പോലും ജോലി ചെയ്യും. ചിലര് പുസ്തക വിതരണമായിരിക്കും ചെയ്യുക. തൊഴിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18-19 വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ ഉറപ്പു പറയുക. മിനിമം 10,000 രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.